നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ നിയമം വളരെ കർശനമാണ് എന്ന് എല്ലാവർക്കും അറിയാം. പലപ്പോഴും കുറ്റം ചെയ്തവർക്ക് വധശിക്ഷ ഉൾപ്പെടെയുള്ള ശിക്ഷയാണ് നടപ്പിലാക്കാറുള്ളത്. പ്രത്യേകിച്ചും സൗദി പൗരന്മാരെ ചതിയിൽപ്പെടുത്തുകയോ മറ്റെന്തെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുകയോ ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടാൽ നിയമം അവരെ വെറുതെ വിടാറില്ല. ഇവിടെ പാലക്കാട് സ്വദേശി നിരപരാധിയാണെന്ന് കോടതിയെ ബോധിപ്പിക്കാനായതോടെ അദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടു എന്നതാണ് ഇപ്പോഴത്തെ വാർത്ത. പക്ഷേ പലപ്പോഴും ഇത്തരം ഭാഗ്യം തുണയ്ക്കെത്താറില്ല എന്ന് സൗദി പ്രവാസികൾ തന്നെ പറയുന്നുണ്ട്. ഇവിടെ സൗദി പൗരനെ ഓൺലൈൻ തട്ടിപ്പിനിരയാക്കിയ കേസിലാണ് പാലക്കാട് സ്വദേശിയായ പ്രവാസിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. സൗദി പൗരന് 19,000 റിയാൽ നഷ്ടപ്പെട്ടു എന്നതാണ് കേസ്. അബഹയിലെ റിജാൽ അൽമയിൽ താമസിക്കുന്ന സൗദി പൗരൻ നൽകിയ പരാതി പ്രകാരം ജയിലിലായ പാലക്കാട് പറളി സ്വദേശി അബ്ദുൾ റഷീദിനാണ് റിയാദ് ക്രിമിനൽ കോടതി ജാമ്യം നൽകിയത്. ഒരു വർഷം മുമ്പ് സൗദി പൗരനെ നാഷണൽ ഇൻഫർമേഷൻ സെന്ററിൽ നിന്നാണെന്ന് പറഞ്ഞ് അജ്ഞാതൻ വിളിക്കുകയും ബാങ്ക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് OTP ആവശ്യപ്പെടുകയും ചെയ്തു. ഇവർ ആവശ്യപ്പെട്ട വിവരങ്ങൾ കൈമാറിയതോടെ ഇദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 19,000 റിയാൽ 3 ഘട്ടമായി നഷ്ടപ്പെട്ടു. പണം പോയത് അറിഞ്ഞതോടെ ഇദ്ദേഹം റിജാൽ അൽമ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് സെൻട്രൽ ബാങ്ക് വഴി നടത്തിയ അന്വേഷണത്തിൽ ഇദ്ദേഹത്തിന്റെ പണം അറബ് നാഷണൽ ബാങ്കിലെ ഒരു അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തതെന്ന് കണ്ടെത്തുകയായിരുന്നു. വിളിച്ച ഫോൺ നമ്പർ ട്രാക്ക് ചെയ്തപ്പോൾ റിയാദിൽ ജോലി ചെയ്യുന്ന അബ്ദുൾ റഷീദിന്റെ ഇഖാമയിൽ എടുത്ത നമ്പറിലാണ് ഈ വിളിച്ചത് എന്ന് മനസ്സിലായി. തുടർന്ന് കേസ് റിയാദ് അൽ ഖലീജ് പോലീസിലേക്ക് മാറ്റി. അബ്ദുൾ റഷീദിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. പക്ഷേ അബ്ദുൾ റഷീദ് ഈ വിവരമൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അന്ന് അദ്ദേഹത്തെ വിട്ടയച്ചു. അബ്ദുൾ റഷീദിനും അറബ് നാഷണൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നതാണ് പ്രശ്നമായത്. വീണ്ടും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം അതിന് മറുപടി നൽകിയില്ല. തുടർന്നാണ് അറസ്റ്റ് ചെയ്തത്. ഇന്ത്യക്കാരനാണ് തന്നെ വിളിച്ചതെന്നും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്കാണ് പണം ട്രാൻസ്ഫർ ആയതെന്നും അതിനാൽ പണം തിരിച്ചു കിട്ടണമെന്നും അദ്ദേഹത്തെ ശിക്ഷിക്കണമെന്നുമാണ് സൗദി പൗരൻ പബ്ലിക് പ്രോസിക്യൂഷനിൽ ആവശ്യപ്പെട്ടത്. താൻ ആരുടെയും പണം തട്ടിയെടുത്തിട്ടില്ല എന്നും തന്റെ അക്കൗണ്ടിൽ ആരുടെയും പണം എത്തിയിട്ടില്ല എന്നും തന്റെ ശമ്പളമല്ലാത്ത മറ്റൊരു പണവും തന്റെ അക്കൗണ്ടിൽ ഇല്ലെന്നും അബ്ദുൾ റഷീദ് കോടതിയിൽ പറഞ്ഞു. അബ്ദുൾ റഷീദാണ് തന്നെ വിളിച്ചതെന്നും പണം റഷീദിന്റെ അക്കൗണ്ടിലേക്കാണ് പോയതെന്നും സ്ഥിരീകരിക്കാൻ എതിർകക്ഷിക്കായില്ല. തുടർന്ന് റഷീദിനെ ജാമ്യത്തിൽ വിടുകയായിരുന്നു. കേസിൽ ഇന്ത്യൻ എംബസി വോളണ്ടിയറും റിയാദ് KMCC വെൽഫെയർ വിംഗ് ചെയർമാനുമായ സിദ്ദിഖ് തുവൂരും പാലക്കാട് KMCC നേതാക്കളും വിവിധ ഘട്ടങ്ങളിൽ റഷീദിന് സഹായത്തിനുണ്ടായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ.